തിരുവനന്തപുരം പാറോട്ടുകോണത്തെ ഒരു നൂലുകെട്ട് ചടങ്ങിന് വന്നവരെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ കൗതുകം പൂണ്ട അവസ്ഥയായിരുന്നു. ഒരേപോലെ ഇരിക്കുന്ന ആളുകളാണ് വന്നവരിൽ ഏറെയും. പത്തനംതിട്ട സ്വദേശി വ്യാസ് എസ് വാവൂലിന്റെ മകളുടെ നൂലുകെട്ട് ചടങ്ങാണ് ഇരട്ടകളുടെ സംഗമവേദി കൂടി ആയത്. പത്തനംതിട്ട സ്വദേശികളായ വിശ്വാസ് എസ് വാവൂലിലും വ്യാസ് എസ് വാവൂലിലും ഇരട്ടകളാണ്. അപ്പോൾ മകളുടെ നൂലുകെട്ട് ചടങ്ങും ഇരട്ടകളുടെ ഷോയാക്കി. വിവിധ ജില്ലകളിൽ നിന്നായി 10 ജോഡി ഇരട്ടകളും ഒരു ട്രിപ്പിളും പാറോട്ടുകോണത്തെ നെല്ലുവിള വീട്ടിലെത്തി. ഓൾ ട്വിൻസ് അസോസിയേഷൻ എന്ന പേരിൽ സംസ്ഥാനത്തെ ഇരട്ടകളുടെ അസോസിയേഷൻ വഴിയാണ് എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടത്. നമ്മളെല്ലാ കൊല്ലവും മീറ്റപ്പ് നടത്താറുണ്ട്. ട്വിൻസിന്റെ മീറ്റപ്പ് രൂപസാദൃശ്യമുള്ള ഇരട്ടകളും പിന്നെ ഒരേപോലുള്ള ട്രിപ്ലെറ്റ്സ് ഉണ്ടാവും. 3 പേരായിട്ടുള്ള ഒരു പ്രസവത്തിൽ ജനിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മളിപ്പോൾ തുറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ചിലവുകൾ അറിയാമല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഇരട്ടകളൊക്കെ ജനിക്കുമ്പോൾ 3 പേര് ജനിക്കുമ്പം അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മളിപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇത് എത്തിക്കുക. വ്യാസ് എസ് വാവൂലിന്റെ മകൾ നേഹ വ്യാസിന്റെ നൂലുകെട്ട് ചടങ്ങാണ് നടന്നത്. ഇരട്ടകളിൽ കലാപരമായി കഴിവുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ ഒരു വേദിയും. പങ്കായം കൊണ്ട് കപ്പലുണ്ടാക്കി ഞാനും എന്താളും 40 പേരും പങ്കായം കൊണ്ട് കപ്പലുണ്ടാക്കി. 1000-ലധികം പേർ ഇപ്പോൾ തന്നെ ഇരട്ടകളുടെ അസോസിയേഷനിലുണ്ട്. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചിലവുകൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്താനാണ് ഇനി ആലോചന. ഇരട്ടകൾ മാത്രമുള്ള ഒരു ഉല്ലാസയാത്രയും പ്ലാനിലുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.